ചിറ്റാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ, കുമാരസംഭവം. പുണ്യ പുരാണ മഹാസംഭവം. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാരസംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാരസംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം. കുമാരസംഭവം ദിവസേന. നിർത്ത്. കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവൽ സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു. അപ്പോഴവന്റെ വിട്ടോടാ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാരസംഭവം. ദിവസേന 3 പ്രദർശനങ്ങൾ. എന്താ മുതലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 രൂപ കൊടുത്തേക്കണം. ഞാൻ ഇന്നിനി ഇങ്ങോട്ട് വരലുണ്ടാവില്ല. ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാണ്. നീ മുങ്ങിക്കളയരുത്. ശരി. ആദ്യത്തെ ഷോ ഫുള്ളായില്ലേ? നാണക്കേട് കേശുവിനല്ലേ, എനിക്കാ. ഒരു ഷാപ്പ് ഉണ്ടോ? അല്ല തങ്കച്ചോ, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ, കള്ള്, രാഷ്ട്രീയം, ഇത് 3 ഒരു അമ്മ പറ്റ മക്കളാ. അറിയില്ലല്ലേ? ഇവിടെ വിട്ടോ. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ആബാലവൃദ്ധം ജനങ്ങളും അവശ്യം കണ്ടിരിക്കേണ്ട ചിത്രം കുമാരസംഭവം. കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം. കുമാരസംഭവം. ഹിന്ദി സിനിമ വേദിയിലെ രോമാഞ്ചമായ ശ്രീദേവി ഒരു പിഞ്ചു കുഞ്ഞിന്റെ വേഷത്തിൽ മലയാള ചിത്രം. ഉദ്ഘാടന മഹാമഹം ചിറ്റാരിക്കടവിൽ ലക്ഷ്മി ടാക്കീസ്. കേശവനുണ്ണി. അച്ഛാ, ഒന്ന് വേഗം വരുന്നുണ്ടോ? ഓ, പല നിലയ്ക്കും ആൾക്കാർ ചാവുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഷർട്ട് ഇട്ട് ചാവേണ്ടത് ഗതി മുട്ടിയ. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം. മതി ഒരുങ്ങിയത്. വയസ്സാൻ കാലത്ത് പെണ്ണ് കാണാമെന്നല്ലോ പോകുന്നത്. നീ പോടാ അവിടുന്ന്. വാതിലടക്കണ്ടേ? ഭയങ്കര കള്ളന്മാര് ഓണക്കളി കളിക്കുന്ന കാല. പിന്നെ ഇവിടെ നിധിയല്ലേ കുഴിച്ചിട്ടിരിക്കുന്നത്. കിഴക്കേപ്പുറത്ത് വാലടച്ചോ? അടച്ചു. വടക്കേപ്പുറത്ത് വാലടച്ചോ? അടച്ചു. വായ്പിന്റെ വാലടച്ചോ? മുമ്പിൽ വെച്ചാൽ അടച്ചു. അലമാരുടെ വാലടച്ചോ? അടച്ചു എന്നല്ലേ പറഞ്ഞത്? ഇനി എന്തെങ്കിലും അടയ്ക്കാനുണ്ടോ? ഉണ്ട്. എന്താ? അച്ഛന്റെ തിരുവായ. നിർത്ത്. അയ്യോ, എന്തിനാ? തലകുത്തി മറിയാൻ. എനിക്ക് അല്പം മൂത്രം ഒഴിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരായിരുന്നോ? ഇത് നമ്മുടെ മാധവൻ നമ്പ്യാര് വീടല്ലേ? നീ അയാളെ ക്ഷണിച്ചാ? ഏത് മാധവൻ നമ്പ്യാര്? മിലിറ്ററിയിലെ മാധവൻ നമ്പ്യാര്, അച്ഛന്റെ ഏക സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ? അവിടെ നിന്ന് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് മൂക്കറ്റം പൂശാനില്ലേ? ഉദ്ഘാടനത്തിന് സമയമായി വണ്ടി കയറ്. അപ്പൊ നിനക്കിത് മനസ്സിലായില്ലേ? കള്ളൻ. പിടിച്ചിരുന്നോ? വിട്ടോ. ശരിക്കും പിടിച്ചോ? വെളിച്ചപ്പാട് എവിടുന്നാണ്? ശ്രീവളയനാട് കാവുന്ന് വരിക. ഇന്നലെ നിറയായിരുന്നു. അപ്പൊ കേശുവിന്റെ ടാക്കീസ് ഉദ്ഘാടനം മറന്നോ? പറയും പോലെ ഇന്നാണല്ലേ. ഞാനത് മരിച്ച പോലെ മറന്നു. എന്നാ കേറിക്കോളൂ, ഞാൻ അങ്ങടാണ്. ഓ, ഇവിടിക്കാം. ഷർട്ട് അവിടെ. കുട്ട നടന്നോളൂ, ഞാൻ വരാം. ഓപ്പറേറ്റർ വന്നോ? വന്നു. അകത്തിരിപ്പുണ്ട്. മൂപ്പർക്ക് ഇത്ര ഗമ കൂടുതലാ. എനിക്കത്ര പിടിച്ചിട്ടില്ല. ആണോ? എന്നാ നമുക്കത് മാറ്റിക്കളയുന്നേ. അലോൻ, ടിക്കറ്റിനാണെങ്കിൽ അപ്പുറത്ത്. അയ്യോ, ഞാനിതിന്റെ പ്രൊപ്പറേറ്ററാ, കേശവനുണ്ണി. നിങ്ങളാണല്ലോ ഇതിന്റെ ഓണർ. ജേക്കബ് പറഞ്ഞിരുന്നു ആളൊരു ചെറുപ്പക്കാരനാണെന്ന്. ഞാൻ ജബ്ബാർ. പ്രൊജക്ടർ വല്ല കണ്ടീഷൻ അല്ലല്ലോ. സെക്കൻഡ് ഹാൻഡാ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവര് ചിരിക്കും. എന്താണാവോ? എന്താണെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ഏത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ചെന്നാലും പ്രൊജക്ടറിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നു? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കൊന്നും അറിയില്ലല്ലേ? ആ ജേക്കബ് ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഷേണായിസ്, പത്മനാഭ, ഡേവിസൺ, രാഗം ഇങ്ങനെയുള്ള മെയിൻ സെന്ററിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ മദ്രാസിലെ എൽപിൻ സംഘാർ വിളിച്ചിട്ട് കൂടി പോവാതെ ഇങ്ങോട്ട് വന്ന്
റെപ്രസെന്റേറ്റീവ് ജേക്കബിന്റെ നിർബന്ധം കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നല്ല കാലം എന്റെ കഷ്ടകാലം. എന്റെ ആദ്യമായിട്ടുള്ള സംരംഭമാണ് ഇത്. അപ്പൊ നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള. അച്ഛന് വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് എടാ പോയൊരു ബാഗ് സിഗരറ്റ് വെച്ചോണ്ട. എന്നെ ഇത് ഓടിക്കാൻ പഠിപ്പിച്ചു തരുമോ? അനക്ക് എന്താ ഇവിടെ പണി? ടിക്കറ്റ് കയറൽ. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്റെ ടിക്കറ്റ് കയറാനല്ലേ. പോയി വിളിച്ചോണ്ടാ. എല്ലാം ഭംഗിയാണല്ലോ അല്ലേ കേശു? ഉണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഭഗവതി കടാക്ഷിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അത് കയറിയിരിക്കാം. ദിവസേന 3 പ്രദർശനങ്ങൾ 2:30, 6:30, 9:30. അനൗൺസ്മെന്റ് എല്ലായിടത്തും എത്തിച്ചു. എല്ലായിടത്തും. കലക്കി. നല്ല കളക്ഷനാ. അത് പിന്നെ എന്റെ അനൗൺസ്മെന്റിന്റെ ഗുണമാണ്. ആ പെണ്ണിനോട് അഞ്ചാറ് അരി വെച്ച് വാർക്കണമെന്ന് പറഞ്ഞേച്ചാ പോയത്. വെച്ച് കാണുമോ എന്തോ. ഏലിക്കുട്ടി ചെല്ലി. മല്ലികേ, എടി മല്ലികേ. അയ്യോ അമ്മ. സിനിമയ്ക്കോ? നശിച്ച പെണ്ണ് തെണ്ടാൻ ഇറങ്ങിക്കോളും. കൂടെ കുറെ പീറ പിള്ളേരും. തോറ്റു ഞാൻ ഇതിനെ കൊണ്ട്. ഇത്രയും കാലം പൂട്ടിക്കിടന്ന സ്ഥിതിക്ക് കേശു ഇത് ലീസിനെടുത്ത് നടത്താൻ തയ്യാറായതിന് വലിയ കാര്യമാണ്. എന്നുവെച്ച് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ കേശുവിന് അറിയാമല്ലോ. മുതലാളി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വാടക കൃത്യമായിട്ട് വരാൻ മറക്കണ്ട. അതൊക്കെ കൃത്യമായിട്ട് തന്നോളാം. മുതലാളി കയറിയിരിക്കേ. കാശിക്ക് നീ ഒന്ന് പോടാ. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കാൻ എന്താ ബസ്സാ? ബസ്സിൽ മാത്രമല്ല തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കണം. എനിക്ക് ടിക്കറ്റ് വേണ്ടടാ. മുതലാളിയുടെ അമ്മ നീയും നിന്റെ ഒരു മുതലാളി അവനോട് ചെന്നിട്ട് പറ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ മനസ്സില്ലെന്ന്. നീ ഒന്ന് പോടാ വീപ്പക്കുറ്റി. ശരിയാക്കില്ല. എന്താണ് ഇവിടെ ഇരുന്നാലും? എന്താ ഞാനിവിടെ തന്നെ ഇരിക്കും. 5 ബെഞ്ച് 5 പൈസ കുറവാ. ആരുമില്ല, ഞാൻ മുതലായിക്കോളാം. പോടോ. നമ്മൾ 6 പേരില്ലേ? ഒരാളെന്ത് ചെയ്യും? തല കുത്തി നിൽക്കും. കൃഷ്ണൻകുട്ടി ചേട്ടാ എത്ര പേരാ? 5. 1, 2. കൃഷ്ണൻകുട്ടി ചേട്ടാ ആ പിൻവശത്തെ വാതിലിന്റെ മുൻവശത്തെ വാതിലിലൂടെ കയറാൻ 2 രൂപ കൊടുത്താൽ കയറാവോ? ഇവിടെ വാടാ മോളെ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കൃഷ്ണൻകുട്ടി ഈ പണി ഇന്ന് ഞാൻ തുടങ്ങിയതല്ല. അയ്യോ ഇതിന് ടിക്കറ്റ് വേണ്ട. എന്റെ കൊച്ചു പയ്യനല്ലേ. ഇവന് ടിക്കറ്റ് വേണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. 5-ആളുടെ ടിക്കറ്റ് ആരാ പറഞ്ഞേ? നീയാണോ അതോ ഇവനാണോ? എടാ നീ അങ്ങോട്ട് വരില്ലേ? മോള് ചെല്ല്. പോടാ പിണ്ണാക്ക. ഈ കുമാരസംഭവം എന്ന് വെച്ചാ സാക്ഷാൽ പരമശിവന്റെ ചില സംഭവങ്ങളാ. ഹലോ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാ ഇത്ര പിറകിലിരിക്കുന്നത്? കുറച്ചുകൂടി മുന്നോട്ട് അങ്ങോട്ട് ഇരുന്നൂടെ? ഇത് ദീപാരാധന തൊഴിലല്ല വെളിച്ചപ്പാടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഈ സിനിമ കാണാന്ന് പറഞ്ഞാ പിന്നിലിരിക്കുന്ന ഒരു ഗമയാണ്. ഓ അങ്ങനെയാണോ? ഞാൻ ഈ സിനിമയെ കാണാറില്ല. എങ്ങനെയുണ്ട് കളക്ഷനൊക്കെ? പണം തുടങ്ങിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുകയോ ബീഡി വലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂട്ടോ. എനിക്കാരെ ശിക്ഷിക്കാനാ. ഇതാരാ ഈ കണ്ണാടിക്കാരൻ? ഓപ്പറേറ്ററാ. എന്താ എന്റെ പേര്? ജബ്ബാർ. എന്താ? ജബ്ബാർ. നായര അല്ല നമ്പൂരി. അവർക്കല്ലേ ജബ്ബാർ എന്നൊക്കെ പേരുണ്ടാവുക. നമ്മളാരാണാവോ? ഞാൻ ഇതിന്റെ മനസ്സിലായി. ഇതെന്താ ഇങ്ങനെയുള്ള സുക്കറുണ്ടോ? ഇങ്ങനെയുള്ള സുക്കറുണ്ടോന്ന്? എന്താ സൂക്കർ നീ മാറ്റി തരും? വേണ്ടി വരും. എന്താ മാറ്റേണ്ടി വരും. അത്രയ്ക്കായോ? എന്നാ നീ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് സിനിമ കളിക്കണ്ട. മനസ്സിലായോ? അത്യാവശ്യം ഓപ്പറേഷൻ ഒക്കെ എനിക്കറിയാം. എന്താ ഡോക്ടർ? ഒരു റിട്ടയർഡ് പോലീസുകാരത്ത് കളിക്കരുത്. ഈ കണ്ണാടിക്കാരൻ കള്ളുടിയാ. കള്ളുടിച്ച ആളെ ചെയ്താൽ റിട്ടയർഡ് പോലീസ് അല്ല മിലിറ്ററി ആണെങ്കിലും വിടൂലാൻ. എന്നെ വിടറാ. അവൻ 2 കൊടുത്തിട്ടൂടെ പറഞ്ഞു നോക്കിയാ നാട്ടുകാരൊക്കെ നോക്കുന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു ജോലിക്കാരൻ. നീ പോടാ തെണ്ടി ചെക്ക. അവിടുന്ന് എന്താ കുഞ്ഞമ്പാരെ ഇത്? ഇരിക്കൂ ഇരിക്കൂ. ഇതാരത്? അച്ഛൻ. അപ്പൊ ഞാനാരാ? അച്ഛൻ. ഇതാരാ? പള്ളിയിലച്ഛൻ. പള്ളിയിലച്ഛനാ. അമ്മേ ഭൂതി. അപ്പുറത്ത് അമ്മയും വന്നണ്ട? അമ്മയില്ല, അച്ഛനുമില്ല, ആരുമില്ല. വെളിച്ചപ്പാടെന്താ ഇവിടെ? പുഷ്പാഞ്ജലി കഴിക്കാൻ. തിയേറ്ററിൽ പുഷ്പാഞ്ജലിയാ.
അയ്യോ ഞങ്ങൾ അങ്ങനെ താമസിച്ചോ? പിന്നെ ഞാൻ ഇപ്പൊ തങ്കോട് പറഞ്ഞോളൂ വിശംബര എന്നെ കണ്ടില്ലോ എന്ന്. നീ പറഞ്ഞ വിശംബരം ഇടിച്ചു കയറി വരുമെന്നാണല്ലോ. പോടാ ടി വിയിൽ MLA ഉണ്ടായിരുന്നു. MLA വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് പ്രഭാകരന്റെ വണ്ടി MLA കൊണ്ടുപോയി. MLA വണ്ടി വരാൻ വയ്യപ്പോ ഞാൻ വാസുവിന്റെ വണ്ടി വിളിച്ച് പറഞ്ഞു. അപ്പൊ അത് MLA വണ്ടി വാസുവിന്റെ വണ്ടി കൂടി ഒരുമിച്ച് വരുന്നു. പിന്നെ ഞാൻ ഈ ടാക്സി വിളിച്ച് ഇങ്ങോട്ട് പോന്നു. ഈ ടാക്സി എങ്ങനെ വിടണ്ടേ? അല്ല കിടക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ ഒരു വണ്ടിയല്ലേ, ചുമ്മാ കാണാമല്ലോ. ഉദ്ഘാടനത്തിന് സമയമായില്ലേ? അച്ഛനും വെളിച്ചപ്പാടും ചേർന്ന് സമയത്തിന് അതൊക്കെ ഭംഗിയായി നടത്തി. അപ്പൊ നീ എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞത്? വിശംബരനോട് ഉദ്ഘാടനത്തിന് വരണമെന്നല്ലേ പറഞ്ഞോളൂ. ഇതൊക്കെ ഐശ്വര്യമുള്ള ആരെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ വിശംബര? ഐശ്വര്യത്തിന്റെ കാര്യം താൻ പറയണ്ടോ? കേട്ടു, ഇതൊരു വിളിച്ചു വെച്ചിട്ട് ഊരിൽ ഇടപാടായി പോയി. അച്ഛൻ പോവാ. അല്ല ഏതായാലും വന്ന സ്ഥിതിക്ക് വന്നവർ തിരിച്ചു പോകാൻ ഭംഗി വാക്ക് പറഞ്ഞു. അങ്ങനെ ഭംഗി വാക്കൊന്നും പറയണ്ടോ കേശു. ഈ നാട്ടിലെ 2 ജനസേവകന്മാരെയാണ് താൻ പിണക്കി പറഞ്ഞിരിക്കുന്ന കാര്യം തനിക്ക് ഓർമ്മ വേണം. ഈ നാട്ടിൽ വേറെ സിനിമ ടാക്കീസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടോ. അച്ഛൻ കുഞ്ഞ് പോവാം, പിന്നെ പോവാം. അയ്യോ തങ്കു അവര് കളയടോ, പെട്ടി വന്നിട്ടില്ല. അയ്യോ സമയമല്ലോ. അല്ല, ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ചടങ്ങുണ്ടോ? ഈ കൂവല് ആരാണ് അവിടെ കൂവണേ? എന്നാ കൃഷ്ണൻകുട്ടി, ആ കൂവണവരുടെ പേരൊക്കെ എഴുതി കൊണ്ടുവന്നേ. എനിക്കവരെ ശിക്ഷിക്കാനാ. എന്താ വെച്ചാ നിക്കടിയോടെ. ആഹാ കള്ളത്തരം കാണിക്കാ നീ. ഒറ്റ പൊട്ടിയിൽ വെച്ചെന്നാണ്ടല്ലോ. ഞാൻ വെറുതെ തമാശ. നിനക്ക് തമാശ കളിക്കല്ലേ ഞാൻ ടാക്കീസ് എടുത്തുന്നത്. ടിക്കറ്റ് എടുത്തോടി. ഇല്ല. പിന്നെ ടിക്കറ്റ് എടുക്കാതെ നീ ഞെളിഞ്ഞ അകത്തേക്ക് കയറിയത്. നടക്കട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക്. ഓടി ഓയോ കള്ളി കള്ളി കള്ളി. ഞാൻ പോട്ടെ. അങ്ങനെയൊക്കെ പോയാലേ നിക്കവിടെ. എന്നെ വിട്. ഇപ്പൊ വിടുന്നില്ല. സിനിമ ഉണ്ട് എനിക്ക്. വേണ്ട. വേണം. എന്താ വേണം. ഒരു ഉമ്മ തരാമെങ്കിൽ സിനിമ കാണിച്ചു തരാം. കേശു, ഓണത്തിന് ഓടക്കുള്ള വായന. ആ പെണ്ണോട്ട് എന്തെടുക്കായിരുന്നു? ആ പെണ്ണിന്റെ കണ്ണിലൊരു കരട് പോയി. അപ്പൊ ഞാൻ തപ്പി ഊതി. അപ്പിയും ഊതിയും താനിവിടെ നിന്നോ? 2:30 മണിക്കുള്ള അമ്മേ നാരായണ പോയി. പെട്ടി വന്നില്ല. വന്നില്ല. അയ്യോ നാട്ടുകാർ ചിലർ പോവാൻ തുടങ്ങി. ഒരുത്തൻ തീപ്പെട്ടി ഉരച്ചു. അയ്യോ ഉദ്ഘാടന ദിവസമായിട്ട് മുടക്കം വന്നാലോ? പടം കളിക്കാതിരുന്നാൽ എങ്ങനെ? നമുക്ക് സൈകൾ നാണുവിനെ വിളിച്ച ഒരു ഗാനം വളർത്തിച്ചാലോ? പുള്ളിക്കാരന്റെ ഷാപ്പിലിരിപ്പുണ്ട്. എന്റെ ജേക്കപ്പെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങോട്ടാണെങ്കിൽ ആപ്പാട് ഒരു ബസ്സേ ഉള്ളൂ, അത് കിട്ടിയില്ല. അകത്ത് സംഭവം ഉണ്ടല്ലോ. ഉണ്ട്. അതിലിറക്കി. വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന നൃത്യദൂർഗതി ഹസ്തമാർന്ന തുടിതന്നു താളടുണ്ടുംറവൻ. ഒന്ന് വേഗം ചുറ്റിയാ പാറേ. വേഗം ചുറ്റുന്ന ശീലച്ച് മുറിയിട്ടാ. ഇതിന് കുറച്ച് സമയം പിടിക്കും. സമയമെടുത്ത് ചുറ്റിക്കോ. അപ്പോഴേക്കും നാട്ടുകാരെ ഞങ്ങളെ ചുറ്റിക്കും. തങ്കു ഒരു മിനിറ്റ്. അത് കൊണ്ടുവന്ന പടം കുമാരസംഭവം അല്ല. എന്താ സംഭവം? ആ പടം കിട്ടിയില്ല, പിന്നെ കൈ കിട്ടിയതും കൊണ്ടുവന്നു. ഏതാ പടം? ഹൗസ്ഫുൾ ഉറപ്പാ. ഇട്ടടുത്തല്ല നല്ല കളക്ഷൻ. കിണ്ണ സാധനം പടം ഏതാണെന്ന് പറയടോ. രതിറാണി സെക്കൻഡ് ഷോക്ക് ഇടാൻ ബിറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവമേ ആകെ പ്രശ്നമാവുമല്ലോ. ഉദ്ഘാടന ദിവസമായിട്ട് കളിക്കുന്ന പടം ഇങ്ങനത്തെയാന്ന് അറിഞ്ഞാ നാണക്കെടാവും. അച്ഛനും വെളിച്ചപ്പാടും പള്ളിയിലച്ഛനും എല്ലാം അകത്തുണ്ട്. നമുക്ക് ഈ ഷോ വേണ്ടെന്ന് വെച്ചാലോ? എങ്കിലും അസലായി. ആൾക്കാരകത്തിരുന്ന് മുഷിയ. എന്ത് കുന്തമായാലും ഇതങ്ങ് കളിക്കാം. അതെങ്ങനെ ശരിയാവും? ഭക്തിപടം പ്രതീക്ഷയിൽ ആൾക്കാർ ഇരിക്കുന്നത്. ആണോ? ഒരു ഭക്ത ചേർത്ത് ഇവനെയും കാച്ചാൻ. ഭക്തരതി. ഞാൻ തുടങ്ങിയല്ലേ? തുടക്കത്തിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ റീലിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ റീലിൽ ബലാത്സംഗം, ഒരു ക്യാബറെ കുളി ചതിച്ചോ? എന്താ ഈ പെണ്ണുങ്ങളും നിർത്തണ പട്ടി. ഇങ്ങോട്ട് വരാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിനക്ക് 2 തരാനാ, വേറെ ഒന്നുമല്ല. ആകെ ചതിച്ചല്ലോ. നിർത്താൻ സ്വിച്ച്.